എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ഇറങ്ങാൻ റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു വണ്ടിയെല്ലാം അടിച്ചു വിട്ട് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയം രാത്രി 11 ഇന്നിപ്പോൾ ജനുവരി 13. പുറത്ത് നല്ല അത്യാവശ്യം കുറച്ച് തണുപ്പും പരിപാടികളൊക്കെ ഉണ്ട്. മഞ്ഞൊന്നുമില്ല, കുറച്ച് ഫോഗായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ, മഞ്ഞും പരിപാടികളൊന്നുമില്ല. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് അബസ്ഫോർഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ പോകുന്നു ക്യാംലൂപ്സ്. അവിടുന്ന് 3 മണിക്കൂറുള്ളൂ അബസ്ഫോർഡിൽ നിന്ന്. ക്യാംലൂപ്സിൽ നിന്ന് ഗ്രാൻഡ് ഫോർക്സ് അവിടുന്ന് നമ്മൾ തിരിച്ച് എഡ്മണ്ടൺ. അപ്പം നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ഇച്ചിരി ലോങ് റൺ ആയിരിക്കും. ആൽബർട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, can I have a medium double? Thank you. അങ്ങനെ നമ്മൾ പ്രീ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഓയിലെല്ലാം ചെക്ക് ചെയ്തു. നമ്മുടെ കൂളൻ ലെവലൊക്കെ ഓക്കെയാണ്. ഫ്ലൂയിഡൊക്കെ നിറയ്ക്കേണ്ടതെല്ലാം നിറച്ചു. നല്ല ഐസ് പിടിച്ചിരിക്കട്ടെ ചില്ലൊക്കെ. നമുക്ക് എന്തായാലും ട്രക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. യെസ് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. വണ്ടിയിലെ സാധനങ്ങളൊക്കെ ഇട്ട് ഇരിക്കുക. അങ്ങനെ വോൾവോ നമ്മുടെ പതിവ് തെറ്റിച്ചിട്ടില്ല. വണ്ടി ഓൺ ആക്കിയപ്പോൾ തന്നെ ഇഷ്ടം പോലെ ലൈറ്റും പരിപാടികളൊക്കെ ഡാഷിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇത് ചില്ലല ഐസെല്ലാം കളഞ്ഞ് നമുക്ക് വണ്ടി എന്തായാലും ഒന്ന് ചൂടാക്കാനിടാം. വണ്ടിയിൽ നമ്മുടെ കാറിനകത്ത് സാധനങ്ങളെല്ലാം എടുത്ത് ട്രക്കിൽ വെച്ചിട്ട് എല്ലാം റെഡി ആക്കണം. വണ്ടി ഒന്ന് വൃത്തിയാക്കണം. എന്നിട്ട് നമുക്ക് കാറ് കൊണ്ട് അപ്പുറം പാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പം നമ്മുടെ ട്രെയിലറും അതിൻ്റെ അപ്പുറം തന്നെ കിടപ്പുണ്ട്. വേറെ എങ്ങോട്ടും പോകാനല്ല, ഈ ആടി തന്നെയാണ് ട്രെയിലർ കിടക്കുന്നത്. അതും എടുത്ത് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കാം. പ്രീ ട്രിപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രീ ട്രിപ്പും പരിപാടിയെല്ലാം കഴിഞ്ഞു. ട്രെയിലറെല്ലാം ഹുക്ക് ചെയ്തു. ട്രെയിലറിൻ്റെ പേപ്പറെല്ലാം കിട്ടി. ഓൾ സെറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ സമയം 1:15 ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും വണ്ടി എടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഡീസൽ അടിക്കാനായിരിക്കും. അപ്പം മല കയറി തുടങ്ങണം. 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേനും മല കയറി തുടങ്ങും. അങ്ങനെ നമ്മൾ ഹൈവേ കയറിയിട്ടുണ്ട്. നമ്മുടെ വിൻഷീൽഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. വിൻഡോയിലൊക്കെ നോക്കിയാൽ അറിയാം ഫുള്ള് ചെളി പിടിച്ചിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ മിററും, റൈറ്റ് സൈഡ് മിററും നമുക്ക് അത്ര ക്ലിയർ അല്ല. ഡീസൽ അടിക്കാൻ ചെല്ലുന്നോടത്ത് അതെല്ലാം ഇനി ക്ലീൻ ചെയ്യണം. 2:15 നമ്മൾ ഹോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പുറത്ത് 1 ഡിഗ്രി ആട്ടോ ടെമ്പറേച്ചർ. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെയൊക്കെ നല്ല തണുപ്പാണ്. അങ്ങനെ പടപട നമ്മൾ ഫ്യൂലൊക്കെ അടിച്ചു. ശരിക്കും പറഞ്ഞാൽ കാനഡയിൽ, അതായത് നമുക്ക് 2 സൈഡിലും ടാങ്ക് ഉണ്ടല്ലോ. അപ്പം US ലാണെന്നുണ്ടെങ്കിൽ 2 സൈഡ് അറ്റ് എ ടൈം നമുക്ക് ഒരുമിച്ച് അടിക്കാൻ പറ്റും. പക്ഷേ കാനഡയിൽ ഒരു സൈഡ് മാത്രമേ അറ്റ് എ ടൈം അടിക്കത്തുള്ളൂ. അപ്പം ചില പമ്പുകളിൽ മാത്രം അത് 2 സൈഡ് ഒരുമിച്ച് അടിക്കാൻ പറ്റും. അപ്പം അങ്ങനെ അങ്ങേയറ്റത്ത് ഞാൻ കയറിയ പമ്പ് 2 സൈഡ് അടിക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് പടയെന്ന് പറഞ്ഞ പരിപാടി തീർന്നു. തണുത്ത് മരച്ചിരിക്കുന്നു. കുറച്ചൊക്കെ കഴിഞ്ഞായിരുന്നെങ്കിൽ ഐസാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതാരും ഈ വഴി നിൽക്കുന്നേ, സ്റ്റില്ലായിട്ട് നിൽക്കുന്നു. ഇവിടുന്ന് ലെഫ്റ്റ് അടിച്ചാൽ നമ്മൾ ഹൈവേ കയറി. അങ്ങനെ നമ്മുടെ ഈ ട്രിപ്പിൽ ആദ്യത്തെ മല കയറി തുടങ്ങിയിട്ടുണ്ട്. 0 ഡിഗ്രിയാണ്. ബട്ട് നമുക്ക് വെതറൊന്നും അത്ര വലിയ സീനില്ല. അതായത് മഞ്ഞും പരിപാടികളൊന്നും പെയ്യുന്നില്ല. റോഡിൽ മഞ്ഞൊന്നുമില്ല. റോഡെല്ലാം ക്ലിയർ ആണ്. പിന്നെ ഇപ്പം നമുക്ക് മുകളിലേക്ക് കയറും തോറും അറിയാം കേട്ടോ ഈ മഞ്ഞുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഓൾവേസ് മലയുടെ മുകളിലായിരിക്കുമല്ലോ വെതർ ബാഡ്. ആ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റിനും കൊണ്ട് നമ്മുടെ ഈ മല കയറി കഴിയും. നമ്മളിത് ഈ പുറകെ കാണുന്ന ലൊക്കേഷനൊക്കെ നമ്മൾ ട്രെയിൻ നോക്കി കേട്ടോ. ട്രെയിൻ വഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അടുത്ത ടാസ്ക് കഴിഞ്ഞു. ഇനിയിപ്പം ഈ നിരന്ന് കിടക്കുന്ന ട്രെയിലർ സമയം 5:30 6 മണിക്ക് ഡെലിവറി നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ 5:15 എത്തി കഴിഞ്ഞപ്പോഴത്തേനും കമ്പനിയിൽ നിന്ന് വിളിച്ചു. അവിടെ നേരത്തെ വന്ന് ഇവിടെ ഉണ്ടായിരുന്നു, കമ്പനിയിലുണ്ടായിരുന്നു. അപ്പോൾ നേരെ വന്ന് ഡ്രോപ്പ് ചെയ്ത് പരിപാടി തീർന്നു. ട്രെയിലർ നമ്പർ 552 കാണുന്നില്ലല്ലോ മല്ലയ്യ. ട്രാക്കിംഗ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് നോക്കാം എവിടെയാണ് കിടക്കുന്നതെന്ന്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുള്ള ട്രെയിലർ ഓൾറെഡി ഇവിടെ ഡോക്കി കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ അവിടുത്തെ ട്രെയിലറൊക്കെ പിക്ക് ചെയ്തിട്ട് ഒരു
അരമണിക്കൂർ ഓടിയപ്പോൾ നല്ല ഉറക്കക്ഷീണം. നമ്മൾ അവസാനം വണ്ടി നിർത്തി സൈഡാക്കി കിടന്നുറങ്ങി. അരമണിക്കൂർ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് കിടന്നു. പക്ഷേ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് നേരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ലൊക്കേഷനിലേക്ക് ഇനി 3 മണിക്കൂർ 30 മിനിറ്റ്. ഇന്നത്തെ ഡ്രൈവിംഗ് അവേഴ്സ് 8 മണിക്കൂർ 13 മിനിറ്റ് കേട്ടോ. നമ്മൾ അവിടെ ചെല്ലുന്നു, അവിടുന്ന് അടുത്ത് പിക്ക് ചെയ്ത് നമ്മൾ ഓടി തുടങ്ങും കേട്ടോ എഡ്മണ്ടണിലേക്ക്. കെലോണ കഴിഞ്ഞ് നമ്മൾ കെലോണയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഗ്രാൻഡ് ഫോറസ്റ്റിലേക്ക്, അതായത് നമ്മുടെ ഈ MG ട്രെയിലർ ഡ്രോപ്പ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് ഇനി വെറും 2 മണിക്കൂറൂടെ ഉള്ളൂ. ഗ്രാൻഡ് ഫോറസ്റ്റിലേക്കുള്ള ഹൈവേ 33 കൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗ്രാൻഡ് ഫോറസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ട്രെയിലർ ഡ്രോപ്പ് ചെയ്യേണ്ടത്. ട്രെയിലർ ലൈൻസ് എല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിലറാണ് കേട്ടോ തിരിച്ച് കൊണ്ടുപോകാനുള്ളത്. തിരിച്ചല്ല, നമുക്ക് എഡ്മണ്ടണിൽ ഡ്രോപ്പ് ചെയ്യാനുള്ള. ഇതാണ് ലോഡിൻ്റെ പേപ്പർ. ഒന്ന് എഡ്മണ്ടണിലേക്ക്, അപ്പോൾ കറക്റ്റാണ്. തിരുത്തിട്ടാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്. 50 ലോക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കാൻ വയ്യാത്തതുകൊണ്ട് നമുക്ക് ആദ്യം എയർലൈൻസ് കണക്ട് ചെയ്തിട്ട് ട്രെയിലർ വലിച്ച് അടിക്കാൻ പുറത്ത്. ജാതി പൊടി എൻ്റെ പൊന്നോ. ഇങ്ങനെ വലിച്ച് അടിച്ച് പുറത്തിട്ടിട്ടുണ്ട്. ട്രിപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. വാൻകൂവറിലേക്ക് പോകേണ്ടത് ഈ പാലം കയറി കഴിഞ്ഞ് ലെഫ്റ്റ് ആട്ടോ പോകേണ്ടത്. നമ്മൾ ആൽബർട്ട സൈഡിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് കയറി റൈറ്റ്. വാ, എന്താ ബ്യൂട്ടി. വാ മോനെ, ക്യൂട്ടില്ലൻ. ഈ വഴി ആദ്യമായിട്ട് വരുന്നതായതുകൊണ്ട് ഇവിടുത്തെ റെസ്റ്റോറിയം പരിപാടികളും എവിടെയാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ മൗണ്ടൻ റീജിയൻ ആയതുകൊണ്ട് നമുക്ക് റേഞ്ചും അധികം കിട്ടാനും സാധ്യതയില്ല കേട്ടോ. ഇപ്പം തന്നെ റേഞ്ചില്ല. താഴെ വലിയ കൊക്ക കേട്ടോ. മരത്തേക്കൂടെ ഇങ്ങനെ മഞ്ഞിങ്ങനെ തട്ടി നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. ബ്രേക്ക് ചെക്ക് വന്നിട്ടുണ്ട്. നമ്മൾ കാസൽ ഗിയർ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നത്തെ ബ്രേക്ക് ചെക്ക് കേട്ടത്. കാസൽ ഗിയർ എന്ന് പറയുന്നത് ചെറിയൊരു ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മല കയറി തീർന്നില്ല. അതിന് പിന്നെ അടുത്ത ബ്രേക്ക് ചെക്ക് ആയി കേട്ടോ. വെയിറ്റ് അധികം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് മല ഇറങ്ങി വരാൻ അത്ര ടാസ്കും ഇല്ല കേട്ടോ. എഞ്ചിൻ ബ്രേക്കിലിട്ട് കളിച്ചാലും മതി. ഡ്രൈവ് ടൈം മിച്ചം 1 മണിക്കൂർ ബാക്കി നിൽക്കുക. നമ്മളിത് ഒരു കിടിലൻ സ്ഥലത്ത് പുൾ ഔട്ട് ചെയ്തു കേട്ടോ. താഴെയൊക്കെ കൊക്കയാന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയത്തില്ല. ഏതായാലും നമ്മൾ കൂടുതൽ വണ്ടികളൊന്നും പിടിക്കുന്നില്ല. എന്തായാലും ഗുഡ് നൈറ്റ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആദ്യത്തെ പാർട്ട് തീരുവാട്ടോ. അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും.